ടൈറ്റാനിക്കിന്റെ അപകടത്തിന് കാരണമായ ചില ദുരൂഹതകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടൈറ്റാനിക്കിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. 108 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഞ്ഞുമലയിലിടിച്ചുണ്ടായ അപകടത്തിൽ 1500ഓളം ആളുകളാണ് മരണമടഞ്ഞത്. എന്നാൽ ടൈറ്റാനിക് എന്ന സിനിമയിൽ നിന്നും നാം അറിയാത്ത നിരവധി ദുരൂഹതകളും ഈ കപ്പലിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അത്തരം ചില ആശ്ചര്യപ്പെടുത്തുന്ന ടൈറ്റാനിക് ദുരൂഹതയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. 1912 ഏപ്രിൽ 15-നാണ് ടൈറ്റാനിക് എന്ന ഈ ആഡംബര കപ്പൽ അവസാനമായി സഞ്ചരിച്ചത്. ഈയൊരു കപ്പലിന്റെ അപകടമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ യാദൃശ്ചികമായി ഈയൊരു അപകടം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഈ കപ്പലിന്റെ അപകടം 2 ആളുകൾ പ്രവചിച്ചിട്ടുണ്ട്. വില്യം തോമസ് ടെഡ് എന്നു പേരുള്ള ഈ വ്യക്തി ഇതിനു സമാനമായ ഒരു അപകടത്തെ പറ്റി 1886-ൽ ഒരു നോവൽ എഴുതിയിരുന്നു. ആവശ്യത്തിന് ലൈഫ് ബോട്ടുകളില്ലാത്ത സമുദ്രത്തിൽ മുങ്ങുന്ന ഒരു കപ്പലാണ് ഈ കഥയുടെ പ്രമേയം. ഇതൊരു സാധാരണ കാര്യമായി നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇദ്ദേഹം എഴുതിയ ഈ കഥയിൽ കപ്പലിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 2240 ആണ്. അതായത് യഥാർത്ഥ ടൈറ്റാനിക് മുങ്ങുന്ന സമയത്തുണ്ടായിരുന്ന അതേ ആളുകളുടെ എണ്ണം. ഇതുപോലെ തന്നെ 1898-ൽ ദ റെക്ക് ഓഫ് ദ ടൈറ്റൻ എന്ന ഒരു നോവൽ മോർഗൻ റോബർട്ട്സൺ എന്ന വ്യക്തി പുറത്തിറക്കിയിരുന്നു. ടൈറ്റാനിക് എന്ന കപ്പലിന്റെ അപകടവുമായി ഏതാണ്ട് സമാനമായാണ് ഈ കഥ പറയുന്നത്. അതായത് ടൈറ്റൻ എന്ന പേരുള്ള ഈ വലിയ ആഡംബര കപ്പൽ അറ്റ്ലാന്റിക്കിലെ മഞ്ഞുമലയിൽ ഇടിക്കുകയും ലൈഫ് ബോട്ടുകളുടെ എണ്ണം കുറവായതിനാൽ ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. കഥയിലെ കപ്പലിന്റെ പേരും ഈ കപ്പൽ മുങ്ങിയ മാസവും ഏകദേശം ഒരുപോലെയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ വില്യം തോമസ് ടെഡ് ടൈറ്റാനിക് മറിഞ്ഞപ്പോൾ പാസഞ്ചേഴ്സിന്റെ കൂടെ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. ടൈറ്റാനിക് എന്ന ഈ ആഡംബര കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചതുകൊണ്ട് മാത്രമല്ല മറിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന ആളുകളും നിരവധിയാണ്. നിലവിലെ തെളിവുകൾ പ്രകാരം ടൈറ്റാനിക്കിനെ മുക്കിയതാവാമെന്ന് വാദിക്കുന്നവരുമുണ്ട്. 2017-ൽ ചില ഗവേഷകർ ടൈറ്റാനിക്കിന്റെ ചില അപൂർവമായ ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ ഫോട്ടോയിൽ ടൈറ്റാനിക്കിന്റെ ഫ്യൂൽ ബങ്കറിൽ കറുത്ത അടയാളത്തോടു കൂടിയ ഒരു പാട് നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ കാലത്ത് ഒട്ടുമിക്ക കപ്പലിലും എഞ്ചിന്റെ ആവശ്യത്തിനായി കൽക്കരി ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ കൽക്കരിയുടെ ഉപയോഗം മൂലം ഉണ്ടായൊരു പാടാണ് ഇതെന്നും ചിലർ വാദിക്കുന്നുണ്ട്. സാധാരണ ഇതിനായി ഉപയോഗിക്കുന്ന കൽക്കരിയുടെ തീ അണയ്ക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം തീ ആളിക്കത്താറുണ്ട്. ഇത് ഏകദേശം 1000 ഫാരൻഹീറ്റ് ഉണ്ടാകും. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൽക്കരി മൂലമുണ്ടായ ചൂടിൽ ഫ്യൂവൽ ബങ്കറിന് തീ പിടിക്കുകയും ഇതുമൂലമാണ് ഇങ്ങനെ ഒരു പാടുണ്ടായത് എന്നുമാണ്. ഇങ്ങനെ ഒരു പാടുണ്ടായിട്ടും ഈ കപ്പലിന്റെ ഉടമയായ ബ്രൂസ് ഇത് വകവെച്ചില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ കപ്പൽ എപ്പോൾ വേണമെങ്കിലും തകരാമെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാകാം ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇദ്ദേഹം എടുത്തില്ല. ഇതൊരു പക്ഷേ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള ഇദ്ദേഹത്തിന്റെ ശ്രമമായിരുന്നുവെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ഇതുകൂടാതെ കറക്റ്റായി തീപിടുത്തമുണ്ടായ കപ്പലിന്റെ 6ാം ബങ്കറിൽ തന്നെയാണ് ഈ മഞ്ഞുമല വന്നിടിച്ചതും. ഇതും കൂടിയായപ്പോൾ ഈ വാദം കുറച്ചുകൂടി ശക്തമായി മാറി. ടൈറ്റാനിക് പ്രധാനമായും നിർമ്മിച്ചിട്ടുള്ളത് ധനികരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതിൽ ടൈറ്റാനിക്കിന്റെ ടിക്കറ്റുകൾ 3 എണ്ണമായാണ് അവർ തരംതിരിച്ചത്. അതായത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്നിങ്ങനെ. ഈ കപ്പൽ മുങ്ങിയ സമയത്ത് ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടവരിൽ ഭൂരിഭാഗവും പണക്കാരായിരുന്നു. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ 97% സ്ത്രീകളും 32% പുരുഷന്മാരും രക്ഷപ്പെട്ടു. അതേപോലെ സെക്കൻഡ് ക്ലാസ്സിൽ 86% സ്ത്രീകളും 8% പുരുഷന്മാരും രക്ഷപ്പെട്ടു. എന്നാൽ തേർഡ് ക്ലാസ്സിൽ വെറും 49% സ്ത്രീകളും 13% പുരുഷന്മാരും മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇതുപോലെ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ആകെ കുട്ടികളിൽ 50% കുട്ടികൾ മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടത്. കയറ്റി രക്ഷപ്പെടുത്തി എന്ന് പറയുന്നതാവും കുറച്ചുകൂടി നല്ലത്. കാരണം ഈ രക്ഷപ്പെട്ട 50% കുട്ടികളും ഹൈ സ്റ്റാറ്റസിലുള്ളവരോ അല്ലെങ്കിൽ പണക്കാരുടെയോ മക്കളാണ്. മരിക്കുന്ന സമയത്ത് പോലും ഈ വേർതിരിവ് ഇവർ കാണിച്ചിരുന്നു. പിന്നീട് പുറത്തു വന്ന ചില റിപ്പോർട്ടുകളിലാണ് ഇത് വ്യക്തമായി തെളിഞ്ഞത്. ഫസ്റ്റ് ക്ലാസ്സിലെ ആളുകൾക്ക് രക്ഷപ്പെടാനായി പ്രത്യേകം മരത്തിൽ നിർമ്മിച്ച ഒരു സ്പെഷ്യൽ ബോട്ട് നിർമ്മിച്ചിരുന്നു. അതൊരിക്കലും ഒരു ലൈഫ് ബോട്ട് ആയിരുന്നില്ല. ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ട സമയത്ത് ടൈറ്റാനിക്കിലെ യാത്രക്കാരിൽ ഏറ്റവും ധനികരായ സർ കോസ്മോയും അദ്ദേഹത്തിന്റെ ഭാര്യ ലേഡി ലൂസിയും കപ്പലിലെ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുകയും ഇതുപോലെ 40 പേർക്ക് ഇരിക്കാവുന്ന ഈ സ്പെഷ്യൽ ബോട്ടിൽ ഇവർ ഉൾപ്പെടെ വെറും 12 ആളുകളെ മാത്രമാണ് ക്യാപ്റ്റൻ കയറ്റിയത്. ഇതിലൂടെ ബാക്കി 28 ജീവനുകളാണ് ഈ ദമ്പതികൾ കാരണം നഷ്ടമായത്. അതായത് ചുരുക്കി പറഞ്ഞാൽ
ഇവരുടെ സൗകര്യത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവന് വരെ ഇവർ വിലയിട്ടു. ആഡംബരത്തിന്റെ അവസാന വാക്ക് എന്നാണ് ടൈറ്റാനിക്കിനെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. കാരണം അന്നത്തെ കാലത്തെ ഏറ്റവും എക്സ്പെൻസീവായ കപ്പലുകളിലൊന്നായിരുന്നു ടൈറ്റാനിക് എന്ന ഈ കപ്പൽ. ടൈറ്റാനിക് നിർമ്മിക്കാൻ വേണ്ടി അന്ന് ചിലവായത് ഏകദേശം 1.5 മില്യൺ പൗണ്ടാണ്. ഇന്നത്തെ കണക്കുപ്രകാരം $200 മില്യൺ ഉണ്ടാകും. അതായത് ഇന്ത്യൻ രൂപ പ്രകാരം 1600 കോടിയിലധികം. എന്നാൽ 1995-ൽ ജെയിംസ് കാമറോൺ എന്ന ഡയറക്ടർ ടൈറ്റാനിക് എന്ന ഈ സിനിമ എടുക്കാൻ വേണ്ടി ആകെ ചിലവാക്കിയത് $200 മില്യൺ ആണ്. അതായത് ഈ ആഡംബര കപ്പൽ നിർമ്മിക്കാൻ ചിലവായ അതേ തുക തന്നെ. ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് എന്തിനാണ് ഇത്രയും തുക മുടക്കിയതെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചേക്കാം. അതായത് ടൈറ്റാനിക് എന്ന കപ്പലിന്റെ അതേ മാതൃകയാണ് ജെയിംസ് കാമറോൺ ഈ സിനിമയ്ക്കായി ഉണ്ടാക്കിയതും. അപ്പോൾ ടൈറ്റാനിക്കിന്റെ അപകടത്തിന് കാരണമായ ചില ദുരൂഹതകളും ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ചില വിവരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. എന്നാൽ നിങ്ങളുടെ ഒരു ചോദ്യം, ഇതിൽ നിങ്ങളെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയതും ടൈറ്റാനിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതുമായ ചില പോയിന്റുകൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.